ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങൾക്കേവർക്കും ക്രിസ്തേശുവിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പരിശുദ്ധ സഭ ഈ ദിനങ്ങൾ നോമ്പിന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയാണ്. പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ഒരു വാക്യം, ഒരു ശകലം ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. നോമ്പ് സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള പ്രധാന ആയുധമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളം പോരാട്ടങ്ങൾ ഈ ലോകത്തിന്റെ ശക്തികൾ കൊണ്ടുവരുമ്പോൾ ആ പോരാട്ടങ്ങളെ നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ പിതാക്കന്മാർ ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. നോമ്പ് നാം ഇഷ്ടപ്പെടുന്ന ചില സംഗതികളെ വർജിക്കുവാനായിട്ടുള്ള ഒന്നാണ്. അതിന്മേൽ നമുക്ക് ജയമെടുത്താൽ മാത്രമാണ് ഈ നോമ്പ് കൊണ്ട് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് വിടേണ്ടതിനെ വിട്ട്, വെടിയേണ്ടതിനെ വെടിഞ്ഞ് ക്രിസ്തുവിൽ നല്ല വ്യക്തികളായി തീരുവാൻ നമുക്കിടയാകട്ടെ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലഭിച്ചിട്ടുള്ള വേദവാക്യങ്ങൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ളതായ തിരുവചനങ്ങളാണ്. ഈ 10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ അതിൽ പ്രധാനമായും അടങ്ങിയിട്ടുണ്ട്. 1, ഇടർച്ചയെ കുറിച്ച് പറയുന്നുണ്ട്. 2, ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട്. 3, വിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 6-7 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ പ്രധാനമായും ഇടർച്ച ഉണ്ടാക്കുന്ന സംഗതികളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കയ്യ്, കണ്ണ്, കാല്, മനസ്സ് തുടങ്ങിയവയാണ് മനുഷ്യ ജീവിതത്തിൽ ഇടർച്ചയിലേക്ക് നയിക്കുന്നത്. അതിനെ തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു കൃപ ഈ ദിവസങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നാം ഇടർച്ച ഉണ്ടാക്കുന്നവരാണോ അതെയോ സമാധാനത്തിന്റെ വക്താക്കളാണോ എന്ന് ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ നമ്മോട് തന്നെ ചോദിക്കാം. ഒരു ഭവനത്തിൽ നാം ചെന്നാൽ, ഒരു ഇടവകയിൽ നാം ചെന്നാൽ, ഒരു സമൂഹത്തിൽ നാം ചെന്നാൽ നമ്മുടെ പ്രവർത്തനം ഇടർച്ചയ്ക്കുണ്ടാക്കുന്ന വഴികളാണോ സമാധാനത്തിന്റെ വഴികളാണോ നാം തുറന്നു വെക്കുന്നതെന്ന് ശാന്തമായി ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഒരു തിരുക്കല്ല് നിനക്കായിട്ട് ദൈവം ഒരുക്കുന്നുണ്ട് എന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2-ാമത്തെ ഭാഗത്ത് കർത്താവ് പറയുന്നത് ക്ഷമയെക്കുറിച്ചാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുക. ഈ ലോകം നമ്മളെ സ്നേഹിക്കുകയോ കരുതുകയോ ഒന്നും ചെയ്യണമെന്നില്ല. ഒറ്റവരും ഉടയവരും നമ്മെ സദാകാലവും സ്നേഹത്തിലൂടെ കൊണ്ടുപോകണമെന്നില്ല. പക്ഷെ അവിടെ നമുക്കുണ്ടാകുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനാണ്. ജീവിതത്തിൽ എപ്പോഴും നാം ധ്യാനിക്കേണ്ടത് ക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. ഇന്നലകളിൽ യേശുവിനോടൊപ്പം നിന്ന് സൗഖ്യവും അതുപോലുള്ള കാര്യങ്ങളും സ്വീകരിച്ചവർ, വിശപ്പിന് അപ്പം ധാരാളമായി വാങ്ങിച്ച് കഴിച്ചവർ, ഒരേപോലെ നടന്നവർ, കുരുടനായ സൗഖ്യം കൊടുത്ത ക്രിസ്തുവിനെ കണ്ട്, സൗഖ്യദായകൻ യേശുവിനെ കണ്ടറിഞ്ഞവർ, ഒരു സുപ്രഭാതത്തിൽ കർത്താവിനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇവർ ചെയ്യുന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് നമ്മളോട് പറയും, നമ്മളെ ക്രൂശിക്കുവാൻ, നമ്മളെ ആരവാരവത്ത് മുഴക്കുന്ന സമൂഹത്തെ നോക്കി നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയണം. 3-ാമത്തെ ഭാഗം എന്നുള്ളത് വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുവിലുള്ള വിശ്വാസം എപ്രകാരമുണ്ട്? നാം ക്രിസ്തുവിൽ ആഴമായി വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുകയുള്ളൂ, ദൈവാനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ഈ ലോകത്തിൽ നീ ശ്വസിക്കുന്നതായ ശ്വാസം അകത്തേക്ക് വിട്ടിട്ട് പുറത്തേക്ക് വരണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. കർത്താവിന് നമ്മുടെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് ദൈവത്തിൽ നന്മകൾ പ്രാപിക്കുവാൻ ഇടയാകട്ടെ. അതിന് ഈ നോമ്പിന്റെ ചിന്തകൾ, നോമ്പിലെ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.